ഇസ്രായേൽ അമേരിക്ക സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആയത്തുള്ള ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ തെസ്നീം, ഫാർ തുടങ്ങിയ വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖമനേയി കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇറാൻ ടിവിയും ഖമനേയിയുടെ മരണം സ്ഥിരീകരിച്ചു. ഖമനേയിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. അതേസമയം ഇറാനെതിരെ സൈനിക ആക്രമണം തുടരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കൃത്യവും വേഗതയുമുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനെതിരെ സൈനിക നടപടി ഈ ആഴ്ച ഉടനീളം തുടരും. അതേസമയം ഖമനേയിയെ വധിച്ചെങ്കിലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൈവരിക്കും വരെ ഇറാനെതിരായ സൈനിക നടപടി തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. ഇറാനിലുടനീളം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി രാത്രി മുഴുവൻ വൻ വ്യോമാക്രമണങ്ങൾ നടത്തി. ഇതുവരെ 201 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. 1000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യഥാർത്ഥ മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് വിവരം. വ്യോമാക്രമണം തുടരുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായ 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലാണ് ആദ്യം അവകാശപ്പെട്ടത്. ഖമനേയി ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നെതന്യാഹു അവകാശപ്പെട്ടത്. ഇതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമനേയി കൊല്ലപ്പെട്ടതായി ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ചരിത്രം കണ്ട ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ ഇക്കാര്യം ആദ്യം നിഷേധിച്ചു. എന്നാൽ ഇതിനിടെ ടെഹ്റാനിലെ ഖമനേയിയുടെ ഓഫീസ് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദ, വിപ്ലവ സേനയുടെ കമാൻഡർ മുഹമ്മദ് പാക്പോർ, പ്രതിരോധ കൗൺസിൽ സെക്രട്ടറിയും സുരക്ഷാ ഉപദേഷ്ടാവുമായ അലി ഷങ്കാനി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും മരുമകനും കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും ഇതിനിടെ പുറത്തുവന്നു. പിന്നീട് 5 മണിക്കൂറിന് ശേഷമാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പിന്നാലെ ഖമനേയിയും കൊല്ലപ്പെട്ടെന്ന് വാർത്താ ഏജൻസികളും ഇറാൻ ടിവിയും സ്ഥിരീകരിക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു.